ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് അരി എടുത്ത് കുതിർത്ത് അരച്ചതാണ്. അരച്ചത് അരി, തേങ്ങ, ഏലക്ക, 2 കൊച്ചുള്ളി, ചോറ്, ഒരു ഇത്തിരിക്കോളം സോഡാപ്പൊടി, ഇതെല്ലാം കൂടെ അരച്ച് ഒരു 2 മണിക്കൂർ നമ്മൾ വെച്ചതാണ്. അതിൻ്റെ കൂടെ നമ്മൾ മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, ഏത്തപ്പഴം, കുറച്ച് നെയ്യ്, ഒരിത്തിരിക്കോളം വെളിച്ചെണ്ണ. ഫസ്റ്റ് നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റ് എടുത്തതിന് ശേഷം കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നല്ല പോലെ എല്ലാം ഒന്ന് തിരുമ്മി പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ മാവ് ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും. ഒരു 2-3 തവി 2-3 തവി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കണം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. കുറച്ചുകൂടെ കൊള്ളേ, കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം. എങ്ങനെ മതി. കുറച്ച് ഏത്തപ്പഴം ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഡിസൈനിങ് ഒന്നും എനിക്കറിയത്തില്ല, എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത്തപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ നമ്മൾ ഈ കിണ്ണനപ്പം കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കുക. ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ കുറച്ച് നെയ്യ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ തടവി കൊടുക്കണം. നെയ്യ് ഇങ്ങനെ അങ്ങോട്ട് സെൻറ്ററിലോട്ട് വെച്ചാൽ മതി. ആ നെയ്യ് ചൂട് തട്ടി കഴിയുമ്പോഴത്തേക്ക് എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പം നമ്മുടെ കിണ്ണനപ്പം ഏതാണ്ട് സെറ്റായിട്ടുണ്ട്. കിണ്ണനപ്പം ഇനി എടുത്ത് നമ്മുടെ ഇഡ്ഡലി കുക്കറിലോട്ട് വെക്കുക. അങ്ങനെ കിണ്ണനപ്പം നമ്മുടെ ഇഡ്ഡലി ചെമ്പിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി ഒരു 1/2 മണിക്കൂർ ഇതിരുന്ന് അങ്ങോട്ട് വേകണം. 1/2 മണിക്കൂർ വേണ്ടാന്ന് തോന്നുന്നു, ഞാൻ 1/2 മണിക്കൂർ എടുക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടെൻഷൻ വെന്തോ വെന്തില്ലയോ എന്നുള്ള ടെൻഷൻ കാരണം ഞാനിത് 1/2 മണിക്കൂർ വെക്കും. എന്നാലേ കറക്റ്റ് എനിക്ക് ആ ഒരു സംതൃപ്തി വരുത്തുള്ളൂ. ഇങ്ങനെ ഇഡ്ഡലി ചെമ്പ് അടച്ചു, തീ കത്തിച്ചു. അങ്ങനെ സ്വാദിഷ്ടമായ എൻ്റെ കിണ്ണനപ്പം റെഡി ആയിട്ടുണ്ട്. സെൻറ്റർ ഭാഗം വെച്ച് കിണ്ണനിൽ നിന്ന് എടുത്തപ്പോഴത്തേക്കും ഒരു വര പോലെ വീണ്. അത് സാരമില്ല. നല്ല സ്വാദിഷ്ടമായ എൻ്റെ കിണ്ണനപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കിണ്ണനപ്പം. അപ്പം കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.